ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബോസ് കിച്ചൻ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ദോ പ്യാസയാണ്. ദോ പ്യാസ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സവാള, നമ്മുടെ ഒണിയൻസ് 2 വെറൈറ്റീസ് ആയിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ദോ പ്യാസ എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ ദോ പ്യാസയ്ക്ക് എടുത്തിരിക്കുന്നത്. 30 മിനിറ്റ് മുമ്പ് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പ്, മുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞ ആദ്യത്തെ വെറൈറ്റി, സവാളയുടെ ആദ്യത്തെ വെറൈറ്റി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തൈര്, 3 ടൊമാറ്റോസ് എടുത്തിട്ട് ടൊമാറ്റോ പ്യൂരിയാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പിന്നീട് വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം ചതച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ തൈരിലേക്ക് ബാക്കി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇവയെല്ലാം നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ദോ പ്യാസ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ വെറൈറ്റി ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഉള്ള തന്നെ സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട്, ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നൊരു ഡിഷാണിത്. അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, 4 സവാളയായിരുന്നു എടുത്തിരുന്നത്. നല്ല വലിപ്പമുള്ള 4 സവാള ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വഴണ്ട് വരും. അപ്പം ആ ചിക്കൻ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഉള്ളി നന്നായിട്ടങ്ങ് വാടുമ്പോഴാണ്. നല്ലപോലെ ബ്രൗൺ കളർ ആവണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു സ്ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി ചതച്ചതാണ്, കലയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ. അതിന് ശേഷമാണ് പിന്നീട് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നത്. 3 തക്കാളിയാണ് എടുത്തിരുന്നത്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എണ്ണ നല്ലതുപോലെ അങ്ങ് തെളിയണം, അതാണ് അതിൻ്റെ പരവും. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ തൈരിൻ്റെ അകത്ത് ചേർത്ത് വെച്ചിരുന്ന മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇവയെല്ലാം കൂടെ തൈരിൽ ചേർത്ത് വെച്ചാണ്. അതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് മുകളിലോട്ട്. അതിനുശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്, കാണാൻ നല്ല കളർഫുൾ ആണിത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ മസാലയുടെ ഇരുന്ന ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഗ്രേവി വേണ്ടവർക്കാണെങ്കിൽ നല്ല ഗ്രേവി ഉള്ളൊരു ഡിഷും കൂടാണിത്. ഉള്ളി വാടി കഴിയുമ്പോൾ തന്നെ കറി ഓൾറെഡി റെഡി ആയും, മീൻസ് അത് റെഡിയാവും. ഓൾറെഡി ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ചാൽ മതി. നല്ലതുപോലെ തിള വരുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ഡെക്കറേഷൻ പരിപാടിയൊക്കെ നോക്കാം. ഇനി ഞാൻ പറഞ്ഞ സെക്കൻഡ് വെറൈറ്റി ഓഫ് ഒണിയൻ ഇതാണ്. ഒണിയൻ പെറ്റൽസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ പെറ്റൽസ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒണിയൻ പെറ്റൽസ് ആക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഡ്രൈ ചില്ലീസ്, വറ്റൽമുളക്, പച്ചമുളക്, അതുപോലെ തന്നെ ടൊമാറ്റോ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് മല്ലിയില
ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ യൂസ് ചെയ്യേണ്ടാത്തവർക്കായിട്ട് ഇത് ഡയറക്റ്റും ചേർത്ത് കൊടുക്കാം. അതായത് വറ്റൽമുളക് അവോയ്ഡ് ചെയ്തിട്ട് ഈ സവോള, ഈ ഓണിയൻ പെറ്റൽസ്, ടൊമാറ്റോ, അതുപോലെ തന്നെ പച്ചമുളക്, മല്ലിയില എല്ലാം കൂടെ അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണയ്ക്കകത്ത് വറ്റൽമുളക് ആദ്യം ജസ്റ്റ് ബ്രൗൺ കളറിന് ശേഷം ഈ ഓണിയൻ പെറ്റൽസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം പച്ചമുളക് കൂടെ ചേർത്തിട്ട് അവസാനമാണ് ടൊമാറ്റോ ക്യൂബ്സ്, ആ അരിയെല്ലാം അതൊക്കെ എല്ലാം കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇൻ കേസ് അത് ഡയറക്റ്റും ചെയ്യാവുന്നേ ഉള്ളൂ. ഡയറക്റ്റ് ആ കറിയുടെ മുകളിൽ, ഡിഷിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ എണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇതാണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് കുക്ക് ചെയ്യേണ്ട. ഡിഷ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഒണിയൻ്റെ ക്രഞ്ചിനെസ് വേണം. അതുകൊണ്ടാണ് ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്യാത്തത്. അപ്പോഴത്തേന് റെഡിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട് ഡിഷ്. അപ്പം ഇത് ചോറിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഫൈനലി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. ചോറിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട, ഈ ഒരു ഡിഷ് മതി. ചിക്കൻ ദോ പ്യാസ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ്. നല്ല ടേസ്റ്റിയാണ്. നോർമൽ ചിക്കൻ കറിയിൽ നിന്നും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവർക്കും കാണാം ആ തക്കാളിയൊക്കെ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക once in a while. So thank you for watching my video.